നമസ്കാരം, ട്രസ്റ്റ് ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം ബുദ്ധിമുട്ടാവുന്നു, അനാവശ്യ കാരണങ്ങളാൽ റിജക്റ്റ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ ധാരാളം പരാതികൾ ഉയരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഏതൊരാൾക്കും പൂർണ്ണമായും വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു പൊതുമേഖല ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ് ദ ന്യൂ ഇന്ത്യ അഷ്വറൻസ്. ഈ കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്നതും അന്വേഷിക്കുന്നതുമായ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനാണ് യുവഭാരത്. പേര് പോലെ തന്നെ 45 വയസ്സിൽ താഴെ പ്രായമായവരെ ലക്ഷ്യമാക്കി 2 വർഷം മുമ്പ് അവതരിപ്പിച്ച ഈ പ്ലാനിലെ ഇപ്പോഴുള്ള ന്യൂനതകൾ പരിഹരിച്ചും പുതിയ കുറച്ച് ഫീച്ചറുകൾ ആഡ് ഓൺ ചെയ്തും ഏപ്രിൽ 1, 2025 മുതൽ റീലോഞ്ച് ചെയ്തിരിക്കുകയാണ് കമ്പനി. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രസ്റ്റ് ടോക്ക്. മൈ നെയിം ഈസ് സനോജ് ലാൽ, എ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ്. ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് യുവഭാരത് പ്ലാനിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ, വാട്ട് ആർ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഈ പ്ലാനും ഈ കമ്പനിയും നിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഏറ്റവും കൂടുതൽ ഫീച്ചറുകൾ ഉള്ളതും കുറഞ്ഞ പ്രീമിയം ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളാണ് മികച്ചതെന്ന ധാരണയുണ്ടെങ്കിൽ അത് തെറ്റാണ്. നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ കണ്ടെത്തുകയാണ് ഏറ്റവും പ്രധാനം. ഇപ്രകാരം ഒരു അൺബയാസ്ഡ് എക്സ്പെർട്ട് അഡ്വൈസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഞങ്ങളുടെ എക്സ്പെർട്ട് ടീമുമായിട്ട് നിങ്ങൾക്ക് ഒരു സൗജന്യ കോൾ ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. ലെറ്റ്സ് സ്റ്റാർട്ട് അബൌട്ട് ദ കമ്പനി. ഇന്ത്യയിലെ ജനറൽ ഇൻഷുറൻസ് കമ്പനികൾ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന പൊതുമേഖലാ ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ് ദ ന്യൂ ഇന്ത്യ അഷ്വറൻസ്. 2023-24 കാലയളവിൽ 43,400 crores ഗ്രോസ് റിട്ടേൺ പ്രീമിയം കളക്ട് ചെയ്ത കമ്പനിയുടെ ഇന്നത്തെ മാർക്കറ്റ് ഷെയർ 13% ആണ്. മാത്രമല്ല, IRDA 2024 പബ്ലിഷ് ചെയ്ത സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻറ്റ് ഇൻഷുറൻസ് കമ്പനികളിൽ ലിസ്റ്റിലുള്ള ഒരേ ഒരു ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ് ദ ന്യൂ ഇന്ത്യ അഷ്വറൻസ്. ഇതിനർത്ഥം ഇന്ത്യൻ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ ഈ കമ്പനിയുടെ പ്രാധാന്യം വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അടുത്തതായി ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഏപ്രിൽ 1, 2025 മുതൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പുതിയ ഫീച്ചറുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് പോയിന്റ്, നൗ ദ സം ഇൻഷുർഡ് എൻഹാൻസ് ടു 1 crore. ഇതുവരെ 50 lakhs വരെയുള്ള സം ഇൻഷുർഡ് ആയിരുന്നു മാക്സിമം ഈ പ്ലാനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നൗ ഇറ്റ് ഈസ് എൻഹാൻസ് ടു അപ് ടു 1 crore. നെക്സ്റ്റ് പോയിന്റ്, നോ ക്ലെയിം ബോണസ് ആണ്. നോ ക്ലെയിം ബോണസ് ഈസ് നൗ അവൈലബിൾ അപ് ടു 100% of sum insured. Next point, reinstatement of sum insured ആണ്. Reinstatement of sum insured or restoration of sum insured, that is now available twice in a policy period. Next point, consumables അഥവാ നോൺ മെഡിക്കൽ എക്സ്പെൻസ് ഇതുവരെ ഈ പ്ലാനിൽ അവൈലബിൾ ആയിരുന്നില്ല. Now it is available as an optional coverage. Next point, ലോങ് ടൈം ഡിസ്കൗണ്ട് ആണ്. കസ്റ്റമറിന് 2 വർഷമോ 3 വർഷത്തെയോ പ്രീമിയം ഇപ്പോൾ ഒരുമിച്ച് അടയ്ക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇങ്ങനെ അടയ്ക്കുന്ന സാഹചര്യത്തിൽ കസ്റ്റമറിന് ലോങ് ടൈം പ്രീമിയം ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അടുത്തതായി ഈ പ്ലാനിൽ ജോയിൻ ചെയ്യാനുള്ള ബേസിക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് പോയിന്റ്, ഏജ് ക്രൈറ്റീരിയ ആണ്. അഡൾട്ട്സിന് 18 to 45 വരെയാണ് ഈ പ്ലാനിൽ എൻറോൾ ചെയ്യാൻ സാധിക്കുന്നത്. ചിൽഡ്രന് ഇറ്റ് ഈസ് 90 days to 25 years. പോളിസി ടൈപ്പ് ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് ഫ്ലോട്ടർ ഓപ്ഷൻ ഈ പ്ലാനിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് പോയിന്റ്, ഫാമിലി ഡെഫിനീഷൻ, സെൽഫ്, സ്പൗസ്, ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ, ഇത്രയും ആളുകൾ ഈ പ്ലാനിൽ എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, പ്ലാൻ വേരിയൻ്റ് ആണ്. 3 വേരിയൻ്റ് ഈ പ്ലാനിൽ അവൈലബിൾ ആണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ബേസ്, സെക്കൻഡ് ഈസ് ഗോൾഡ് ആൻഡ് തേർഡ് വൺ ഈസ് പ്ലാറ്റിനം. നെക്സ്റ്റ് പോയിന്റ്, സം ഇൻഷുർഡ് ആണ്. 5 lakhs to 1 crore വരെയുള്ള സം ഇൻഷുർഡ് കസ്റ്റമറിന് ഈ പ്ലാനിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് പോയിന്റ്, റൂം റെൻ്റ് ആണ്. സിംഗിൾ AC ടു ഡീലക്സ് റൂം ഡിപ്പെൻസ് ദ കസ്റ്റമർ ചൂസ് ചെയ്യുന്ന സം ഇൻഷുർഡിനനുസരിച്ച് കസ്റ്റമറിന് അവൈലബിൾ ആണ്. നെക്സ്റ്റ് പോയിന്റ്, പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 60 days-ഉം 90 days-ഉമാണ്. അടുത്തതായി ഈ പ്ലാനിൻ്റെ ഫസ്റ്റ് വേരിയൻറ്റ് ബേസ് പ്ലാനിലുള്ള ബേസിക് ബെനിഫിറ്റ് ആൻഡ് ഫീച്ചേഴ്സ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് പോയിന്റ്, ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്. 24 മണിക്കൂറിന് ശേഷമുള്ള എല്ലാ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകളും അപ് ടു സം ഇൻഷുർഡ് വരെ ഈ പ്ലാനിൽ കവർ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, മെഡിക്കൽ എക്സ്പെൻസ് ഫോർ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, ദാറ്റ് ഈസ് ഓൾസോ കവേർഡ് അപ് ടു സം ഇൻഷുർഡ്. നെക്സ്റ്റ് പോയിന്റ്, ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് ആണ്. ഇൻ കേസ് 24 hours ശേഷമുള്ള ഹോസ്പിറ്റൽ അഡ്മിഷൻ കേസിന് അപ് ടു 5 days വരെ 500 to 2,000 rupees ഡിപ്പെൻസ് സം ഇൻഷുർഡ് കസ്റ്റമറിന് ക്യാഷ് ബെനിഫിറ്റ് ആയിട്ട് റീഇംബേഴ്സ്മെൻറ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, റോഡ് ആംബുലൻസ് ചാർജസ് ആണ്. ദാറ്റ് ഈസ് ഓൾസോ അവൈലബിൾ 5,000 to 20,000 ഡിപ്പെൻസ് ദ സം ഇൻഷുർഡ് ദ കസ്റ്റമർ ചൂസ്. നെക്സ്റ്റ് പോയിന്റ്, ട്രീറ്റ്മെൻറ്റ് ഫോർ കൺജനൈറ്റൽ ഡിസീസ് ആണ്. Internal congenital diseases are covered up to sum insured.
External is covered 10% of average sum insured preceding 24 months. Next point, coverage for cataract ആണ്. That is also covered 50,000 to 1.5 lakh rupees, depends upon sum insured. Next point, coverage for hazardous sports ആണ്. Hazardous sports like motorcycling, paragliding തുടങ്ങിയ hazardous sports മുഖേന ഉണ്ടാകുന്ന എക്സ്പെൻസുകൾ 1 lakh to 3 lakh വരെ കസ്റ്റമറിന് ഈ പ്ലാനിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, ഷെയർഡ് അക്കോമഡേഷൻ ബെനിഫിറ്റ് ആണ്. ഈ പ്ലാനിൽ സിംഗിൾ പ്രൈവറ്റ് AC റൂം ചൂസ് ചെയ്യുന്നതിന് പകരം കസ്റ്റമർ ഒരു ഷെയർഡ് അക്കോമഡേഷൻ ബെനിഫിറ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ കസ്റ്റമർ ഇസ് എലിജിബിൾ ഫോർ എ ക്യാഷ് ബെനിഫിറ്റ്, ദാറ്റ് ഇസ് 750 to 1750 rupees വരെ റീഇംബേഴ്സ്മെന്റ് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഡിപ്പെൻസ് ദ സം ഇൻഷുർഡ് കസ്റ്റമർ ചൂസ്. നെക്സ്റ്റ് പോയിന്റ്, സ്പെസിഫിക് കവറേജസ് ആണ്. സ്പെസിഫിക് കണ്ടീഷൻസ് ലൈക്ക് ആർട്ടിഫിഷ്യൽ ലൈഫ് മെയിൻ്റനൻസ്, ജെനറ്റിക് ഡിസീസസ്, മെൻ്റൽ ഇൽനെസ് തുടങ്ങിയ കണ്ടീഷനുകൾക്ക് സം ഇൻഷുറിൻ്റെ ഒരു നിശ്ചിത പരിധി വരെ ഈ പ്ലാനിൽ കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, കവറേജ് ഫോർ മോഡേൺ ട്രീറ്റ്മെൻറ്റ്സ് ഓർ പ്രൊസീജിയേഴ്സ് ആണ്. ദാറ്റ് ഈസ് ഓൾസോ കവർഡ്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സം ഇൻഷുർഡ് കസ്റ്റമർ ചൂസ്. നെക്സ്റ്റ് പോയിന്റ്, കോസ്റ്റ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ് ഫെസിലിറ്റീസ് ആണ്. ദാറ്റ് ഈസ് ഓൾസോ അവൈലബിൾ എവറി 2 ക്ലെയിം ഫ്രീ ഇയേഴ്സ് ആണ്. 3,500 to 10,000 വരെ കസ്റ്റമറിന് ഡിപ്പെൻസ് സം ഇൻഷുർഡ് എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, മെഡിക്കൽ സെക്കൻഡ് ഒപ്പീനിയൻ ആണ്. ഇൻ കേസ് കസ്റ്റമറിന് ഒരു ക്രിട്ടിക്കൽ അസുഖത്തിന് ഒരു മെഡിക്കൽ സെക്കൻഡ് ഒപ്പീനിയൻ ആവശ്യമാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ കവേർഡ് അപ് ടു 5,000 to 20,000 ഇൻ എ പോളിസി പീരിയഡ്. നെക്സ്റ്റ് പോയിന്റ്, റീഇൻസ്റ്റേറ്റ്മെന്റ് ഓഫ് സം ഇൻഷുർഡ് ഓർ റീസ്റ്റോറേഷൻ ഓഫ് സം ഇൻഷുർഡ്. ഇൻ കേസ് കസ്റ്റമറിന്റെ ബേസ് സം ഇൻഷുർഡ് എക്സോസ്റ്റ് ആവുന്ന ഒരു അവസ്ഥയില്ല, കസ്റ്റമറിന് ഒരു അഡീഷണൽ റീഇൻസ്റ്റേറ്റ്മെന്റ് ഓഫ് സം ഇൻഷുർഡ് പ്ലാൻ അവൈലബിൾ ആണ്. ദാറ്റ് ഈസ് അവൈലബിൾ ഓൺലി ഫോർ ഇൻഡിവിജ്വൽ സം ഇൻഷുർഡ്. ഫ്ലോട്ടറിന് ഈ ഓപ്ഷൻ അവൈലബിൾ ആകുന്നതല്ല. നെക്സ്റ്റ് പോയിന്റ്, ആയുഷ് ബെനിഫിറ്റ് ആണ്. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എക്സ്പെൻസുകൾ ദാറ്റ് ഈസ് ഓൾസോ കവേർഡ് അപ് ടു 100% ഓഫ് ദ സം ഇൻഷുർഡ്. നെക്സ്റ്റ് പോയിന്റ്, ന്യൂ ബോൺ ബേബി കവറേജ് ആണ്. ഇൻ കേസ് ഈ പ്ലാനിലുള്ള ഒരു ഫീമെയിൽ ഇൻഷുർഡ് പേഴ്സൺ ഹാസ് എ കവറേജ് ഓഫ് 24 months കവറേജ്, അവർക്കുണ്ടാകുന്ന കുട്ടിയുടെ ന്യൂ ബോൺ ബേബി ഇൽനസ് എക്സ്പെൻസുകൾ ഈ പ്ലാനിൽ കവർ ചെയ്യുന്നതാണ്. അടുത്തതായി ഈ പ്ലാനിൻ്റെ സെക്കൻഡ് വേരിയൻറ്റ് ഗോൾഡ് പ്ലാനിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത ബേസ് പ്ലാനിൻ്റെ എല്ലാ ഫീച്ചേഴ്സിനും പുറമെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഗോൾഡ് പ്ലാനിൻ്റെ അഡീഷണൽ ഫീച്ചേഴ്സും കൂടി ഗോൾഡ് പ്ലാനിൽ കസ്റ്റമറിന് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ്, ഗോൾഡ് വേരിയൻ്റെ ഫസ്റ്റ് പോയിന്റ് ആണ് ക്രിട്ടിക്കൽ കെയർ ബെനിഫിറ്റ്. ഇൻ കേസ് പോളിസി ഹോൾഡറിന് ഒരു ക്രിട്ടിക്കൽ അസുഖങ്ങൾ ലൈക്ക് ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ തുടങ്ങിയവ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ 1 lakh to 10 lakh വരെയുള്ള ലംസമായിട്ട് കസ്റ്റമറിന് ഡിപ്പെൻസ് സം ഇൻഷുർഡ് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, പേഴ്സണൽ ആക്സിഡൻ്റൽ ബെനിഫിറ്റ് ആണ്. ഇൻ കേസ് പോളിസി ഹോൾഡറിന് ഒരു പേഴ്സണൽ ആക്സിഡൻറ്റൽ മുഖേന ഡെത്തോ ടോട്ടൽ ഡിസേബിൾമെൻറ്റോ സംഭവിക്കുകയാണെങ്കിൽ 100% ഓഫ് സം ഇൻഷുർഡ് കസ്റ്റമറിൻ്റെ നോമിനിക്ക് കൊടുക്കുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, റീഇൻസ്റ്റേറ്റ്മെന്റ് ഓർ റീസ്റ്റോറേഷൻ ഓഫ് സം ഇൻഷുർഡ് ആണ്. ഇൻ കേസ് ബേസ് പ്ലാനിൽ റീഇൻസ്റ്റേറ്റ്മെന്റ് ഓഫ് സം ഇൻഷുർഡ് 1 time ഇൻ എ പോളിസി പീരീഡ് ആണെങ്കിൽ ഗോൾഡ് പ്ലാനിൽ ദാറ്റ് ഈസ് അവൈലബിൾ ഫോർ ടോയ്സ് ഇൻ എ പോളിസി പീരീഡ്. നെക്സ്റ്റ് പോയിന്റ്, എയർ ആംബുലൻസ് ചാർജസ് ആണ്. ദാറ്റ് ഈസ് ഓൾസോ കവേർഡ് 50,000 to 2 lakhs പെർ പോളിസി പീരീഡ്. നെക്സ്റ്റ് പോയിന്റ്, ഓട്ടോ ടോപ്പ് ആണ്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സെയിം ലൈക്ക് റീസ്റ്റോറേഷൻ ആണ്. റീഇൻസ്റ്റേറ്റ്മെന്റ് ഓഫ് സം ഇൻഷുർഡിലുള്ള അൺറിലേറ്റഡ് എക്സ്പെൻസുകൾക്കാണ് കവർ ചെയ്യുന്നതെങ്കിൽ ഓട്ടോ ടോപ്പ് ഫെസിലിറ്റിയിൽ അത് സെയിം ഇൽനെസ്സിനും കവർ ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് 10% ഓഫ് ദ സം ഇൻഷുർഡ്. നെക്സ്റ്റ് പോയിന്റ്, ഗ്യാരണ്ടീഡ് ക്യുമുലേറ്റീവ് ബോണസ് ആണ്. ബേസ് പ്ലാനിൽ ക്യുമുലേറ്റീവ് ബോണസ് ഗ്യാരണ്ടീഡ് അല്ല. ഇൻ കേസ് പാസ്റ്റ് ഒരു ക്ലെയിം ഉണ്ടെങ്കിൽ ക്യുമുലേറ്റീവ് ബോണസ് ആക്ച്വലി വീഡ് ഔട്ട് ആകുന്നതാണ്. ബട്ട് ഗോൾഡ് പ്ലാനിൽ ദാറ്റ് ഈസ് ഗ്യാരണ്ടീഡ് അപ് ടു 100% ഓഫ് ദ സം ഇൻഷുർഡ്. അടുത്തതായി നമ്മുടെ ഈ പ്ലാനിലെ ലാസ്റ്റ് വേരിയൻറ്റ് പ്ലാറ്റിനം വേരിയന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെറ്റേണിറ്റി റിലേറ്റഡ് ആയിട്ട് എക്സ്പെൻസുകൾ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് ഈ പ്ലാൻ ഏറ്റവും സ്യൂട്ടബിൾ. സോ പ്ലാറ്റിനം പ്ലാൻ ചൂസ് ചെയ്യുന്നവർക്ക് ബേസ് പ്ലാനിലെ കവറേജ് ഇൻ അഡീഷൻ ടു ഗോൾഡ് പ്ലാനിലെ കവറേജ് പ്ലസ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്ലാറ്റിനം പ്ലാനിലെ കവറേജും കസ്റ്റമറിന് ലഭിക്കുന്നതാണ്. പ്ലാറ്റിനം വേരിയന്റിലെ ഫസ്റ്റ് പോയിന്റ് മെറ്റേണിറ്റി കവറേജ് ആണ്. മെറ്റേണിറ്റി ഈസ് കവേർഡ് അണ്ടർ ദിസ് വേരിയന്റ് 25,000 to 62,500 if a female has a continuous coverage of 24 months. നെക്സ്റ്റ് പോയിന്റ് വെൽ ബേബി കവറേജ് ആണ്. ഇൻ കേസ് ഒരു ബേബി പ്രിമേച്ചുറോ പ്രീ ടൈം ആയിട്ട് ജനിക്കുകയാണെങ്കിൽ 30,000 to 1 lakh വരെ ഡിപ്പെൻഡ് സം ഇൻഷുർഡ് കസ്റ്റമറിന് റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്.
നെക്സ്റ്റ് പോയിന്റ്, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസുകൾ ഈ പ്ലാനിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. ദാറ്റ് ഈസ് അപ് ടു 50,000 to 2 lakh rupees. ദ ലാസ്റ്റ് പോയിന്റ്, ബർത്ത് റൈറ്റ് ബെനിഫിറ്റ് ആണ്. ഇൻ കേസ് ഒരു ബേബി ഓട്ടിസം അല്ലെങ്കിൽ സെറിബ്രൽ പാൾസി, ഡൗൺ സിൻഡ്രം ആയിട്ട് ജനിക്കുകയാണെങ്കിൽ 30,000 to 1 lakh വരെ ഡിപ്പെൻഡ് സം ഇൻഷുർഡ് കസ്റ്റമറിന് ലംസമായിട്ട് ബെനിഫിറ്റ് ഈ പ്ലാനിൽ ലഭിക്കുന്നതാണ്. അടുത്തതായി യുവ ഭാരത് എന്ന ഈ പ്ലാനിൻ്റെ ദ മോസ്റ്റ് അട്രാക്ഷൻ ഇതിൻ്റെ വെയിറ്റിംഗ് പീരീഡ്സ് ആണ്. ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് നോർമൽ എല്ലാ പ്ലാനുകളെയും പോലെ തന്നെ 30 days ആണ്. 90 days വെയിറ്റിംഗ് പീരീഡ് കാർഡിയാക് കണ്ടീഷൻസ്, ഡയബറ്റിക് മെലിറ്റിസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ ലിസ്റ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് 90 days വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട്. സ്പെസിഫൈഡ് ഡിസീസിന് നോർമലി 24 months ആണ് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടെങ്കിൽ ഈ പ്ലാനിൽ അത് 1 year കൊണ്ട് കസ്റ്റമറിന് കവർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് വെയിറ്റിംഗ് പീരീഡിന് നിലവിലുള്ള അസുഖങ്ങൾക്കുള്ള വെയിറ്റിംഗ് പീരീഡ് നോർമലി 3 years ആണെങ്കിൽ ഈ പ്ലാനിൽ അത് 24 months കൊണ്ട് കസ്റ്റമറിന് കവർ ചെയ്യുന്നുണ്ട്. അടുത്തതായി ഈ പ്ലാനിന്റെ പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് ഒരു റിയൽ എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഹിയർ ദ ഫാമിലി ഡെഫിനിഷൻ, ഫാദർ, മദർ, ചൈൽഡ്, ഏജ് കാറ്റഗറി 30, 27, 2 വയസ്സുള്ള ഒരു കുട്ടിക്ക് സം ഇൻഷുർഡ് 10 ലക്ഷം രൂപ ചൂസ് ചെയ്യുകയാണെങ്കിൽ ബേസ് വേരിയന്റിൽ ദ പ്രീമിയം ഈസ് കമ്മിങ് 17,569 rupees. ഗോൾഡ് വേരിയന്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് 20,435 rupees. പ്ലാറ്റിനം പ്ലാൻ ആണ് കസ്റ്റമർ ചൂസ് ചെയ്യുന്നതെങ്കിൽ ദ പ്രീമിയം ഈസ് 23,933 rupees. അടുത്തതായി ഈ പ്ലാനിൽ അവൈലബിൾ ആകുന്ന ഡിസ്കൗണ്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. If a customer has a body mass index, that is BMI, greater than or equal to 18.5 and less than 32 ആണെങ്കിൽ customer is eligible for a 2.5% discount on premium. Next point, non-diabetic, HbA1c 6.4 താഴെയാണെങ്കിൽ കസ്റ്റമറിന് 2.5% ഡിസ്കൗണ്ട് ഇൻ അഡീഷൻ ലഭിക്കുന്നുണ്ട്. നോൺ ഹോസ്പിറ്റലൈസേഷൻ ഫോർ ലാസ്റ്റ് 3 years ആണെങ്കിൽ ഇൻ അഡീഷൻ 2.5% അഡീഷണൽ ഡിസ്കൗണ്ടും. ഫ്ലോട്ടർ ഡിസ്കൗണ്ട് ആയിട്ട് ഇൻ കസ്റ്റമർ ഫ്ലോട്ടർ ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അപ് ടു 15% വരെ ഫ്ലോട്ടർ ഡിസ്കൗണ്ടും ഈ പ്ലാനിൽ ലഭ്യമാണ്. ദ ലാസ്റ്റ് പോയിന്റ്, ടേം ഡിസ്കൗണ്ട് ആണ്. ഇൻ കസ്റ്റമർ സപ്പോസ് 2 years or 3 years പ്രീമിയം ഒരുമിച്ച് അടയ്ക്കുകയാണെങ്കിൽ അപ് ടു 7% വരെ ഡിസ്കൗണ്ട് പ്രീമിയത്തിൽ ലഭിക്കുന്നതാണ്. ഫൈനലി ഹിയർ കംസ് മൈ പേഴ്സണൽ റെക്കമെൻഡേഷൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ യുവ ഭാരത് എന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ 45 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു ഫാമിലിക്ക് കൺസിഡർ ചെയ്യാവുന്ന വളരെ ഒരു മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ തന്നെയാണ്. ഒരു മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എന്നതിലുപരി ഈ കമ്പനിയുടെ ക്ലെയിം സ്റ്റേറ്റ്മെന്റ് വളരെ മികച്ചതാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത യുവ ഭാരത് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. ഈ പ്ലാനിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതോ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ, ഇൻഷുറൻസ് ഈസ് എ സബ്ജക്ട് മാറ്റർ ഓഫ് സോളിസിറ്റേഷൻ. ഏതൊരു ഇൻഷുറൻസ് പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പും ആ പ്രോഡക്റ്റിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ട്രസ്റ്റോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻസ് അറ്റ് റൈറ്റ് ടൈം. ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഐ ആം സൈനിങ് ഓഫ്, സനോജ് ലാൽ.